വഴങ്ങുന്നതിൽ തെറ്റില്ലെന്ന് അമ്മമാർ. അവസരങ്ങൾ കിട്ടാൻ വഴങ്ങുന്നതിൽ തെറ്റില്ലെന്ന് ചില അമ്മമാരും നടിമാരും കരുതുന്നു. പ്രശസ്തരായ പല നടിമാരും കരിയറിൽ വിജയിക്കുന്നത് ഇതുകൊണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും ടി വിയിലും പത്രങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ച. ചില ആളുകൾ അത്ഭുതപ്പെടുന്നു, ചില ആൾക്കാർ അത്ഭുതമില്ല, ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്, ഇതിൽ വലിയ പുതുമയൊന്നുമില്ല, ഞങ്ങളിത് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുന്നു. അങ്ങനെ പല ചർച്ചകളും വരുന്നുണ്ട്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇതിൽ ആദ്യം വായിച്ചത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഈ ഒരു കാര്യം പണ്ട് 1983 ഒരു സിനിമയിൽ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ്. അപ്പോൾ ആ സിനിമ ഏതാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. 1983 KG ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയാണ്. ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു കഥയുണ്ട്. അത് കഥയല്ല, നടന്ന സംഭവം തന്നെയാണ്. ശോഭ എന്ന തെന്നിന്ത്യ മുഴുവനും നിറഞ്ഞു നിന്നിരുന്ന ഒരു വലിയ നടിയുടെ ജീവചരിത്രമാണ് KG ജോർജ് ആ സിനിമയിലൂടെ പറഞ്ഞത്. ഈ സിനിമ കണ്ടിട്ടുള്ള പഴയ ആളുകൾക്ക് അതിലെ കഥ അറിയാം. എന്നാൽ ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകൾ ആ സിനിമ കാണാൻ വളരെ സാധ്യത കുറവാണ്. ഈ വാർത്തയുമായിട്ട് ഈ സിനിമയ്ക്ക് വളരെയേറെ ബന്ധമുണ്ട്. അന്ന് KG ജോർജ് പറഞ്ഞ ആ ഒരു നടന്ന സംഭവത്തിൽ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ശോഭ എന്ന നടിയും അമ്മയും സിനിമാ അവസരങ്ങൾക്ക് വേണ്ടി അന്ന് സിനിമകളൊക്കെ കേന്ദ്രീകരിച്ചിരുന്ന കോടമ്പാക്കത്തെത്തുകയും അവസരങ്ങൾക്ക് വേണ്ടി അമ്മയുടെ നിർദ്ദേശപ്രകാരം തന്നെ പല ആളുകൾക്കും വഴങ്ങിക്കൊടുക്കേണ്ടി വരികയും പിന്നീട് അങ്ങനെ വഴങ്ങിക്കൊടുത്ത് വലിയൊരു നടിയായി തീരുകയും ചെയ്യുന്ന ഒരു വലിയ കഥയാണ് അത് പിന്നീട് KG ജോർജ് തന്റെ ഇന്റർവ്യൂവിൽ ഇത് പഴയകാല നടിയായ ശോഭയുടെ ജീവചരിത്രമാണ് ഞാൻ അതിൽ ചിത്രീകരിച്ചതെന്ന് പറയുകയുണ്ടായി. പിന്നീട് ഈ നടി പ്രസിദ്ധിയിൽ നിൽക്കെ തന്നെ തമിഴിലെ ഏറ്റവും വലിയ സംവിധായകനായ ബാലു മഹേന്ദ്രയുമായിട്ട് ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും ആ ബാലു മഹേന്ദ്രയ്ക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിഹിത ബന്ധം എന്ന് പറഞ്ഞത്. ഇന്നത്തെ കാലത്താണെങ്കിൽ അത് ലിവിൻ ടുഗദർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആയി തീരുകയും പിന്നീട് കുറേ നാളിന് ശേഷം ഈ ബാലു മഹേന്ദ്രയുടെ ഭാര്യയും മക്കളും വന്ന് ബാലു മഹേന്ദ്രയെ തിരിച്ചു വിളിച്ചപ്പോൾ ഈ ശോഭയെ ഒഴിവാക്കി ഈ ബാലു മഹേന്ദ്ര അവരോടൊപ്പം പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷം മാനസിക സമ്മർദ്ദം കൊണ്ടാവാം ഇങ്ങനെയുള്ള ജീവിതത്തിൽ സംഭവിച്ച സംഘർഷങ്ങൾ കൊണ്ട് ആ ശോഭ എന്ന നടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം, അല്ലെ ഈ സിനിമയെക്കുറിച്ച് ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം കാണിച്ചത്. അതായത് അവസരങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് അമ്മമാർക്ക് വരെ അഭിപ്രായമുണ്ട്. അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഈ അമ്മമാർ തന്നെ ഒരുക്കുന്നു എന്ന് പറയുന്നു. അത് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. ഇന്ന് പരിഷ്കൃത സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അനവധി ആരോപണങ്ങളുണ്ട്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ആളുകളെ, അതായത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകളെ ഈ കമ്മിറ്റി വിളിപ്പിക്കുകയും തെളിവോടുകൂടി അവരിൽ നിന്ന് മൊഴിയെടുക്കുകയും അതൊക്കെ കൃത്യമായ രീതിയിൽ എഴുതുകയും ചെയ്തു. പിന്നീട് ഇതിലെ മറ്റുള്ളവർക്ക് ഇതിൽ മൊഴി കൊടുത്ത ആളുകൾക്ക് പ്രശ്നമാകുന്നുള്ളതായിരിക്കാം. പല കോണിൽ നിന്നും പല ചർച്ചകൾ വരുന്നുണ്ട്. കുറേയൊക്കെ ഹൈഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഹൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മൊത്തമായി പുറത്തു വിട്ടിട്ടില്ല. ഈ കമ്മിറ്റി എഴുതിയിരിക്കുന്ന റിപ്പോർട്ട് മൊത്തമായിട്ട് പുറത്തു വിടാതെ ചില കാര്യങ്ങൾ മാത്രമേ വെളിയിലേക്ക് വിട്ടിട്ടുള്ളൂ. അതുവരെ ആളുകളെ അത്ഭുതപ്പെടുത്തിയാണ്. എന്നാൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇത് വലിയ അത്ഭുതമൊന്നുമല്ല. സിനിമയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്കും ഇത് വലിയ അത്ഭുതമല്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കാണ് ഇത് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത്. ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ സിനിമയിൽ സംഭവിക്കുന്നതാണ്. എല്ലാ സിനിമകളിലും ഇങ്ങനെ സംഭവിക്കുന്നതാണ്. സ്ത്രീകൾക്ക് വളരെയേറെ അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ള കാര്യം നമ്മൾ പല വാർത്തകളിൽ നിന്നും പല ആളുകളിൽ നിന്നും നമ്മൾ പലപ്പോഴായിട്ട് അറിയുന്നുണ്ട്. ഇതൊരു വലിയ ഒരു ഗുരുതര പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും അതിന് ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം. ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ പുറത്തുവിട്ടിരിക്കുന്ന ചില ഗുരുതര ആരോപണങ്ങളും ചില ആൾക്കാരുടെ പ്രതികരണങ്ങളും ഞാൻ വായിക്കാം. മലയാള സിനിമ അടിമുടി സ്ത്രീവിരുദ്ധം. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ലൊക്കേഷനിൽ പോകാൻ കഴിയുന്നില്ല. പീഡനത്തിന് ഇരയാകുമ്പോൾ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒന്ന് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ഷൈം ടോം ചാക്കോ. ഞെട്ടാൻ എന്താണുള്ളത്? ഞങ്ങൾക്ക് അറിവുള്ളത് മാത്രമേ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പുറത്തുവിട്ടിട്ടുള്ളൂ. രേവതി. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ.
നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കേ ഞെട്ടലുള്ളൂ. സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കും ഇതൊരു ഞെട്ടലല്ല. കാരണം അവർക്ക് ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. സിനിമാ മേഖലയിൽ പോസ്കോ ചുമത്തേണ്ട കുറ്റങ്ങൾ നടന്നു. അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും സഹകരിക്കുന്ന നടികൾക്ക് കോഡ് പേരുകൾ. ഇങ്ങനെ പോകുന്ന ഒരുപാട് ഗുരുതര ആരോപണങ്ങൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുണ്ട്. നമ്മൾ പൊതുജനങ്ങൾ ഇത് കേൾക്കുമ്പോൾ വളരെ അത്ഭുതപ്പെടുന്നെങ്കിലും സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു അത്ഭുതം ഒന്നുമല്ല. കാരണം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരാൾ ഒരു കഥാകൃത്തോ അല്ലെങ്കിൽ ഒരു സംവിധായകനോ ഒരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം ഒരു നിർമ്മാതാവിനെ കണ്ടെത്തുന്നു. അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് ബിസിനസ് എന്ന രീതിയിൽ ഒരു സിനിമ എടുക്കാൻ ആഗ്രഹിക്കുകയും അതിൽ സംവിധായകനെയും കഥാകൃത്തിനെയും ബാക്കിയുള്ള ആളുകളെ കണ്ടെത്തി അങ്ങനെ ഒരു സിനിമ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അതിലേക്ക് അവരൊരു സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ടെക്നീഷ്യന്മാരെയൊക്കെ കൊണ്ടുവരുന്നു, നടീനടന്മാരെ കൊണ്ടുവരുന്നു. ചിലപ്പോൾ ചില വലിയ കമ്പനികൾ, മമ്മൂട്ടി കമ്പനി പോലത്തുള്ള ചില കമ്പനികളാണ് സിനിമ എടുക്കുന്നത്. അവർ സിനിമ എടുക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ളൊരു രീതിയിലേക്ക് ആളുകളെ സംഘടിപ്പിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് കേന്ദ്രീകരിച്ച് സിനിമ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നടീനടന്മാരും സംവിധായകരും നിർമ്മാതാക്കളൊക്കെ ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ അന്നുള്ള അന്നത്തിന് വേണ്ടി വരുന്ന ഒരുപാട് ആളുകളാണ്. അവർ സിനിമയ്ക്ക് ഉപരിയായിട്ട് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അങ്ങനെയുള്ള ടെക്നീഷ്യന്മാരൊക്കെ വരുന്നത്. അവരൊക്കെ വളരെയേറെ ചൂഷണത്തിന് ഇരയാവുന്നുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. എന്നാൽ സ്ത്രീകളുടെ കാര്യം മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. എന്നാൽ ഈ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെറിയ ജോലികൾ ചെയ്യുന്ന പുരുഷന്മാർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളതോടെ നമ്മൾ മനസ്സിലാക്കണം. അവരും ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ സാധ്യതകളില്ല. കാരണം ഇതിനകത്തിൽ സ്ത്രീകളെക്ക് ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സെറ്റുകളിലൊക്കെ ഉള്ളത്. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് അതിൽ നിൽക്കുന്നത്. അവർക്ക് പല ആളുകൾക്കും വേണ്ട രീതിയിലുള്ള വേതനം ലഭിക്കുന്നില്ല. അങ്ങനെ ഗുരുതരമായിട്ട് ആരോപണമുണ്ട്. ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ പൊതുജനങ്ങളിടയിൽ രണ്ട് സംശയങ്ങൾ വരും. അത് ഒന്നാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഗുരുതര ആരോപണങ്ങൾ പലതും പുറത്തുവിട്ടിട്ടില്ല. പല ആൾക്കാരുടെയും പേരുകൾ തന്നെ കാണും, തെളിവുകളും കാണും. അപ്പോൾ അവർക്കെതിരെ സർക്കാർ സംവിധാനം എന്ത് നടപടി എടുക്കുമെന്നുള്ളതാണ് പൊതുജനത്തിന്റെ ഏറ്റവും വലിയ സംശയം. അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. രണ്ടാമത്തെ സംശയം, ഈ സർക്കാർ സംവിധാനങ്ങൾ ഈ ഒരു മേഖലയെ എങ്ങനെ നിയന്ത്രിക്കുമെന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മേഖലയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊരു ഗവൺമെൻറ് സംവിധാനമോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സംവിധാനമോ അല്ല. ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല ഈ സിനിമ എന്ന് പറയുന്നത്. അത് അവർ എവിടെയെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുന്നു, പല സ്ഥലങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്യുന്നു. അവരൊരു ടീമായിട്ട് 10, 50 അല്ലെങ്കിൽ 100 ദിവസം കൊണ്ട് ഒരു സിനിമ തീരുന്നു. അപ്പോൾ അവിടെ സർക്കാർ സംവിധാനങ്ങൾക്കോ സർക്കാർ ജീവനക്കാർക്കോ അവിടെ ചെന്ന് റൂളുകൾ പറയാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് സർക്കാർ വളരെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. കാരണം ഇതിൽ നിന്നൊക്കെ കൃത്യമായ രീതിയിൽ ടാക്സ് കിട്ടുന്നതാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യമുള്ളത്, സർക്കാർ സംവിധാനങ്ങൾ വലിയ നിയന്ത്രണം കൊണ്ടുവന്നാൽ കോവിഡ് കാലത്ത് സംഭവിച്ച പോലെ ഷൂട്ടിങ്ങുകൾക്കൊക്കെ കേരളത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ബ്രോഡാഡി പോലുള്ള സിനിമകൾ ആന്ധ്രയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഷൂട്ട് ചെയ്ത് ഇവർ റിലീസ് ചെയ്തു. അതുമാതിരി ഇവിടെ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ അവർ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് അവിടെ പോയി ഷൂട്ട് ചെയ്ത് ടാക്സ് അവിടെ കൊടുത്ത് തിരിച്ച് ഇത് റിലീസ് ചെയ്ത് ജനങ്ങളിൽ നിന്നും പൈസ ഈടാക്കും. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് വഴിയെ അറിയാം. അതിൻ്റെ ചർച്ചകൾ തുടരട്ടെ. ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അതിന് കടുത്ത ശിക്ഷ അത് ചെയ്ത ആളുകൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടതാണ്. അത് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ചെയ്യും എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ.